എന്താ ബാഗൊക്കെ ആയിട്ടാ ബാഗൊക്കെ ആയിട്ടിരിക്കുന്നേ? എന്തിന് പാക്കിങ്? നാട്ടിൽ പോയി. ആരും നീ നാട്ടിൽ പോണെന്ന് അച്ഛൻ പറഞ്ഞോ? നാടെന്ന് പറഞ്ഞ എങ്ങോട്ടാ പോണേ? കേരളത്തിൽ എങ്ങോട്ടാ പോണേ? കോഴിക്കോട്. അപ്പൊ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ഞങ്ങൾ ഒരു പാക്കിംഗ് നടത്തുകയാണ്. അപ്പൊ എന്തിന്റെ പാക്കിംഗ് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലല്ലേ? അപ്പം ഞങ്ങൾ നാട്ടിൽ പോവാന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഓൾമോസ്റ്റ് ഫൈനലാണ്, പാസ്സെല്ലാം എടുത്തു. അപ്പം അതിന്റെ ഒരു എന്താ പറയാ ഒരുക്കത്തിലാണ്. ഇതേ കണ്ടല്ലോ, തുണിയെല്ലാം ഇങ്ങനെ വെതറി കിടക്കുന്നുണ്ട്. കുറച്ച് പാക്കിങ്ങും വീട് ഒതുക്കലും അങ്ങനെ കുറെ കാര്യങ്ങളായിട്ടുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പൊ എന്റെ കൂടെ ഇത് ഈ പാക്കിംഗ് ഒക്കെ ഒന്ന് ഒതുക്കാൻ ഇവിടെ ഇവ മാത്രമേ ഉള്ളൂ. അച്ഛനെവിടാ? അച്ഛൻ ഏത് നേരം ലാപ്ടോപ്പിലോ പണി. അച്ഛന്റെ തുണി ഒന്നും നമുക്ക് പാക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങൾ തുടങ്ങട്ടെ. അങ്ങനെ ഞങ്ങളുടെ പാക്കിങ് തുടങ്ങി. ഒരുപാടുണ്ടായിരുന്നു പാക്ക് ചെയ്യാനായിട്ട്. തുണികളാവട്ടെ, മോൻ്റെ ബുക്സ്, പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് സാധനങ്ങൾ, ഏട്ടൻ്റെ സാധനങ്ങൾ, ഓഫീസ് റിലേറ്റഡ് സാധനങ്ങൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പാക്കിങ്. ഒരുവിധം എങ്ങനെയോ ഒപ്പിച്ച്. മോനാണെങ്കിൽ അങ്ങേ അറ്റത്തെ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് മൂത്ത് നിൽക്കുവാന്നൊക്കെ പറയാം. ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. ഇനിയും ഉണ്ടായിരുന്നു ഒരുപാട് തുണി. അപ്പം ഞാൻ ഈ തുണി എടുക്കാൻ പോയ ഗ്യാപ്പിലാണ് മോൻ കുറച്ച വീഡിയോ ഞാൻ അറിയാതെ എടുത്തതാണ്. പിന്നെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഗാലറിയിൽ പോയപ്പോൾ അതേ കാണുന്നു ഇവൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിന്. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. തുണി എടുക്കാൻ പോയിനെ, തുണി എടുക്കാൻ യൂട്യൂബ് നോക്ക് അമ്മ ഇത്ര മടിക്ക്. പിന്നെ ഇനിയുണ്ട് മറക്കാൻ നമ്മ സൈലാക്കി. നിങ്ങൾ ഈ കാണുന്ന മൊത്തം അവൻ്റെ എക്സൈറ്റ്മെൻ്റ് ആട്ടോ. നാട്ടിൽ വരുന്നതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം മൂത്തിട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കാട്ടിക്കൂട്ടുന്ന ഓരോരോ സംഭവങ്ങളാണിത്. അപ്പോൾ കള്ളക്കണ്ണൻ പാക്കിങ്ങിൽ സഹായിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയെങ്കിലും എനിക്കൊരു സഹായം അവൻ ചെയ്തു തന്നില്ല. പക്ഷേ അവൻ എനിക്കൊരു കിടുപണി തന്ന്. അത് നിങ്ങൾ കാണും. കണ്ടില്ല അവൻ എനിക്ക് തന്ന പണി? എൻ്റെ പൊന്നോ, മടുത്ത് കാണിച്ചു കൂട്ടിയതിൻ്റെ ഒരു കള്ളച്ചിരിയും ചിരിച്ച അവനൊരു പോക്കുണ്ട്. പാക്കിംഗ് മാത്രമല്ല വീടൊതുക്കലും ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഒരു ചെറിയ ഡെമോ നിങ്ങൾ കാണും. ഒരുപാട് പണിയുള്ള കാരണം ഒരുപാട് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയും ഇവിടെയും ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിൽ ഞാൻ ഇങ്ങനെയോ എടുത്തു. അപ്പോൾ ഫ്രണ്ട്സ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ റെഡി ആവാണ്. ഞാൻ കൊറോണ ആയത് കാരണം നമ്മൾ ട്രാവലിംഗ് വളരെ റിസ്ക്കി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫുഡെല്ലാം പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം ലഞ്ചിന് ഞാനൊരു സിമ്പിൾ തക്കാളി ചോറും പപ്പടും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി എഗ് റോളാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ലഞ്ച് പാക്ക് ചെയ്യുന്നത് ഹോം പഫ് ലഞ്ച് ബോക്സിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഞാനിത് ഷെയർ ചെയ്യുന്നത് പ്യോർലി എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് കേട്ടോ. അപ്പം ഈ ഒരു ലഞ്ച് ബോക്സ് എനിക്ക് നല്ല അനുഭവമാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഫുഡ് പാക്ക് ചെയ്താൽ ഇതേ ചൂടിൽ ഒരു 8 to 10 hours വരെ നിൽക്കും. ഞാനിത് വാങ്ങിയിട്ട് ഒരു 2 years എങ്കിലും ആയി. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല റിവ്യൂ ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് കുറച്ച് ഹൈ ആണ്. ഒരു 2000-3000 റേഞ്ചിലായിരുന്നു തോന്നുന്നു ഞാൻ വാങ്ങുമ്പം. പക്ഷേ നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ സമയത്ത് ഓഫീസിൽ പോകുന്നവരും പിന്നെ എന്താ പറയുക ഹെൽത്ത് വർക്കേഴ്സ് ആവട്ടെ, ഇവർക്കൊക്കെ ഈ ഒരു സമയത്ത് ചൂടോടെ ഭക്ഷണം കഴിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. സോ ഇതൊരു നല്ല ഓപ്ഷനാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്.
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിംഗ് ഈസ് കമ്മിങ് ടു എൻ എൻഡ് എന്ന് പറയാം. അപ്പം ഞാൻ ഫൈനലായിട്ട് പാക്ക് ചെയ്യുന്നത് നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ട്രാവൽ ചെയ്യുമ്പം. അപ്പം ടൈം ഓൾമോസ്റ്റ് 5:45 ആയിട്ടുണ്ട്. 6 o'clock ക്യാബ് എത്തും. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പം ഫസ്റ്റ് ബാഗ്, അതായത് ഹോം പഫ് ബാഗിൽ ലഞ്ച് റെഡിയാണ്. തക്കാളി ചോറ്, പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ചപ്പാത്തി ഓംലെറ്റ് റോളാണ്, പിന്നെ കുറച്ച് പപ്പടം, ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം കരുതിയിട്ടുണ്ട്, പിന്നെ ഒരു ബാഗ് നിറച്ച് വാട്ടർ ബോട്ടിൽസാണ്, വെള്ളം വേണ്ടി വരുള്ളൂ. അപ്പം അടുത്തത് നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ട്രാവൽ വ്ളോഗ് ഡ്യൂറിങ് ദ കൊറോണ ടൈം എന്നൊക്കെ പറയാം. അപ്പം ഞങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ്, മെഷേഴ്സ്, ഇ പാസ്, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം പുതിയതായിട്ട് വ്ളോഗ് കാണുന്നവർ സബ്സ്ക്രൈബ്, ഷെയർ ബട്ടൺ, പിന്നെ ബെല്ലൈക്കൺ ഇതെല്ലാം അമർത്താൻ മറക്കരുത്.